നമസ്കാരം കുട്ടികളെ. നമ്മളിന്നിവിടെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ഫസ്റ്റ് ഇയർ ITI സ്റ്റുഡൻസിൻ്റെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മോഡ്യൂൾ 10 ട്രിഗണോമെട്രി. എന്താണ് ട്രിഗണോമെട്രി? ദ നെയിം ട്രിഗണോമെട്രി ഈസ് derived from a Greek word meaning triangle and to measure. The word trigonometry is in its primary sense signifies the measurement of triangles. ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റുകളെ കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി എന്ന് പറയാം. അതിൽ നമ്മൾ സാധാരണയായിട്ട് ട്രിഗണോമെട്രിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ചില സിമ്പലുകളാണ് ആൽഫ, തീറ്റ, ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങിയ ലെറ്ററുകൾ. ഇത് ഗ്രീക്ക് ആൽഫബറ്റിലെ ചില അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ്. ഇനി ചില 6 വേർഡുകൾ ഈ ട്രിഗണോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇത് താഴെ പറയുന്നവയാണ്. സൈൻ, അതിൻ്റെ സിമ്പിൾ ഷോർട്ട് ഫോമിൽ സൈൻ, SIN എന്നിടും. ടാൻജന്റ്, ടാൻ. സീക്കൻഡ്, സീക്ക്. കൊസൈൻ, കോസ്. കോട്ടാൻജന്റ്, കോട്ട്. കോ സീക്കൻഡ്, കൊസീക്ക്. അതായത് ആദ്യത്തെ 3 ടേമുകളുടെ ഓപ്പോസിറ്റാണ് അവസാനത്തെ 3 ടേമുകൾ. സൈൻ്റെ ഓപ്പോസിറ്റ് കൊസൈൻ, ടാൻജന്റ് കോട്ടാൻജന്റ്, സീക്കൻഡ് സീക്ക് തീറ്റ, കൊസീക്ക് തീറ്റ. സോറി, അങ്ങനെയല്ല. സൈൻ്റെ ഓപ്പോസിറ്റ് ആണ് സൈൻ കോസ് ടാൻ. സൈൻ കോസ് ടാൻ, കൊസീക്ക് സീക്ക് കോട്ട്. നമ്മൾ ഈ 3 റേഷ്യോകൾ അത് തന്നെ സൈൻ കോസ് ടാൻ എന്നീ ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് എന്നുള്ള ഈ 6 വേർഡുകൾ ദ വേർഡ്സ് വിത്തൗട്ട് ആംഗിൾ ഹാവ് നോ മീനിങ്. അത് ആംഗിളിനോട് ചേർത്ത് വായിക്കുമ്പോഴേ അതിന് മീനിങ് ഉള്ളൂ. അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കോട്ട് തീറ്റ, സീക്ക് തീറ്റ, കൊസീക്ക് തീറ്റ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ തീറ്റ എന്ന് പറയുന്നത് ആംഗിളിനെ സൂചിപ്പിക്കുന്നു. ആംഗിളിനോട് ചേർത്ത് വായിക്കുമ്പോഴേ അതിന് മീനിങ് ഉള്ളൂ. ഇനി in a right angle triangle, the ratio of its arms in relation to its angles is constant. ഒരു സൈഡിന്റെ മറ്റൊരു സൈഡുമായിട്ടുള്ള റേഷ്യോ അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ്. ഇഫ് ആംഗിൾ ഈസ് ചേഞ്ച്ഡ്, റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓൾസോ ചേഞ്ച്ഡ്. ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പം സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ വ്യത്യാസപ്പെടുന്നു. ദ റിലേഷൻ ഓഫ് ആംസ് ടു ആംഗിൾസ് ആർ അണ്ടർ. ആ ഒരു ട്രയാങ്കിളിന്റെ വശങ്ങളും അതിന്റെ ആംഗിളും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ഉള്ള ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഈ ബി എന്നുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ, അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ആ ആംഗിളിന്റെ എതിരുള്ള സൈഡിനെ ഓപ്പോസിറ്റ് സൈഡെന്നും ആ ആംഗിളിനോട് ചേർന്നുള്ള സൈഡിനെ അഡ്ജസന്റ് സൈഡെന്നും, ആ റൈറ്റ് ആംഗിളിന് വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ സൈഡിന് ഹൈപ്പോട്ടന്യൂസ് എന്നും പറയും. ഒന്നുകൂടെ പറയാം. തീറ്റ എന്നുള്ള ആംഗിളിന് തീറ്റ ഏത് ആംഗിളാണോ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അതിന്റെ എതിർവശം, അതിന് ഓപ്പോസിറ്റ് സൈഡ്. പിന്നെ ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ അടുത്തുള്ള സൈഡ്, അതിന് അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ഈ 90 ഡിഗ്രി ആംഗിളിന് എതിർവശത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ സൈഡിന് ഹൈപ്പോട്ടന്യൂസ് എന്നും പറയും. ഇനി ഇത് തമ്മിലുള്ള റേഷ്യോകൾ എങ്ങനെയാണെന്ന് നോക്കാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ കോസ് തീറ്റ എന്നുള്ള റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ സൈൻ തീറ്റ ആദ്യത്തെ നോക്കാം. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി കൊസീക് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. കൊസീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. അതുപോലെ സീക് തീറ്റ
സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി കോട്ട് തീറ്റയോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതായത് സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കൊസീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കോട്ട് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ലാസ്റ്റ് 3 ratios ആർ റിവേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 3 ratios. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. ആദ്യത്തേത് സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൊസീക് തീറ്റ, ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. കൊസീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ തന്നെ കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത് സീക് തീറ്റ. കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്, സീക് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതുപോലെ ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് കോട്ട് തീറ്റ. ടാൻ തീറ്റ സമയം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കോട്ട് തീറ്റ സമം ഇതിന് നേരെ തിരിച്ചിട്ട് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പം പിന്നെ നമുക്ക് ഇതിന് വേണമെങ്കിൽ കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു 1/sin തീറ്റ 1/sin തീറ്റ എന്നും, അതായത് തിരിച്ചിടുകയാണല്ലോ. അപ്പോൾ 1/sin തീറ്റ എന്നും, സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1/cos തീറ്റ എന്നും, അതുപോലെ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1/tan തീറ്റ എന്നും നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ആദ്യത്തെ ഓപ്പോസിറ്റ് ആണല്ലോ, ഇൻവേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് 1/sin തീറ്റ, അതാണ് കൊസീക് തീറ്റ. സീക് തീറ്റയുടെ ഓപ്പോസിറ്റ്, സീക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. കോസ് തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് സീക് തീറ്റ, അതായത് 1/cos തീറ്റ. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്, അതായത് 1/tan തീറ്റ. ടാൻ തീറ്റയുടെ ഇൻവേഴ്സ്. ഓക്കെ, ചില ഉദാഹരണങ്ങൾ നോക്കാം. ഈ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 24/7. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ. ട്രയാങ്കിൾ തന്നിരിക്കുന്നത് പോലെയുള്ള ഒരു ട്രയാങ്കിൾ എടുക്കാം. അതായത് പിന്നെ ടാൻ തീറ്റ 24/7. അപ്പോൾ തീറ്റ എടുത്തു. ഇത് ഓപ്പോസിറ്റ് സൈഡ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 24/7 തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ തീറ്റ. അതുകൊണ്ട് ഈ എതിർവശത്തിന് നമ്മൾ തീറ്റ ഈ ആംഗിൾ എടുത്തു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 24 എന്ന് കൊടുത്തു, അഡ്ജസൻറ്റ് സൈഡ് 7 ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് 7 എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു, ആസ് പെർ ഹൈതഗോറസ് തിയറം വി നോ ദാറ്റ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം കർണം സ്ക്വയർ സമം പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ. 7 സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം 7, കാരണം 24, ലംബം 24. അപ്പം 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ 49 പ്ലസ് 576 625. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 625. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു 600 റൂട്ട് 625 സമം 25. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 25 എന്ന് കിട്ടി, ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ. ഇനി നമുക്ക് ബാക്കി റേഷ്യോസ് ഒക്കെ അത് വെച്ചിട്ട് എഴുതണം. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സൈൻ തീറ്റയും കോസ് തീറ്റ എത്രയാണെന്ന്. അപ്പോൾ സൈൻ തീറ്റ എത്രയാണ്? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. 24/25, 24/25. അതുപോലെ കോസ് തീറ്റ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കോസ് തീറ്റ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, കോസ് തീറ്റയുടെ റേഷ്യോ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 7/25. 7/25. അപ്പോൾ ഇത് രണ്ടാണ് ആൻസർ.
അപ്പോൾ അതവിടെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ട്രിഗണോമെട്രിക്കൽ ഫോർമുലകളാണ് നമ്മളിനി പഠിക്കുന്നത്. It is clear as from the trigonometrical ratios that the first three ratios are reciprocal of the last three ratios. ആദ്യത്തെ 3 റേഷ്യോ അവസാനത്തെ 3 റേഷ്യോയുടെ റെസിപ്രോക്കലാണ് നമ്മൾ മുമ്പേ പറഞ്ഞു. ബിക്കോസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതായത് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ സമം 1. സൈൻ തീറ്റ എതിർവശം ബൈ കർണം ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. കൊസീക് തീറ്റ സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ്, നേരെ തിരിച്ച് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ക്യാൻസൽ ആവും, ഓപ്പോസിറ്റ് സൈഡ് ക്യാൻസൽ ആവും. അതിൻ്റെ ഈക്വൽ ടു 1. അപ്പോൾ അതുപോലെ തന്നെ സിമിലർലി കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1. അതായത് അഡ്ജസൻറ്റ് സൈഡ് കൊസീക് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇത് ഒരു ഭിന്നസംഖ്യയെ അതിന്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1 കിട്ടുള്ളൂ. അഡ്ജസൻറ്റ് സൈഡ് ഇതിവിടെ കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡ് അത് ഇവിടെ പ്രിന്റ് ചെയ്തതിന്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും, ഈസ് ഈക്വൽ ടു 1. സിമിലർലി ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, കോട്ട് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതും ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും, 1. അപ്പോൾ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1. കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1. ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കൊസീക് തീറ്റ, അതുപോലെ കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ. ഇതിന്റെ നേരെ വിപരീതം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ സീക് തീറ്റ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കോട്ട് തീറ്റ, കോട്ട് തീറ്റ ഈസ് ഈക്വൽ 1 ബൈ ടാൻ തീറ്റ, സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ. ഈ ഫോർമുല, അതായത് ആദ്യത്തെ 3 ഓപ്പോസിറ്റ് നമ്മൾ 3 ഫോർമുലയും കൂടെ കൂട്ടി 6 ഫോർമുല റിലേഷൻസ് ഇവിടെ ലഭിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. നമ്മൾ ഇവിടെ എഴുതിയ സംഗതി തന്നെ ഉള്ളൂ ഇത് ഇവിടെ. അപ്പം ഇവിടെ വേണമെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കൊസീക് തീറ്റ, അതുപോലെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ സീക് തീറ്റ, 1 ബൈ സീക് തീറ്റ, അതുപോലെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കോട്ട് തീറ്റ. ഈ റിലേഷൻസ് ആണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. 1 ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കൊസീക് തീറ്റ, അതുപോലെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ സീക് തീറ്റ, ടാൻ തീറ്റ ഈസ് ഈക്വൽ 1 ബൈ കോട്ട് തീറ്റ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും. ആദ്യത്തെ 3 അതേ ഓർഡറിൽ, പിന്നെ അവസാനത്തെ 3 അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് ഒരു പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആൻഡ് കൊസീക് തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണെന്ന് നോക്കാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ ബൈ ഹരിക്കണം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതിവിടെ നമ്മൾ ഹരിക്കുന്നതിന് തിരിച്ചിട്ട് ഗുണിക്കണം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് രണ്ടും ക്യാൻസൽ ആവും. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിൽ നിന്ന് കിട്ടും, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിൽ നിന്ന് കിട്ടും. അതായത് ഈ ഹൈപ്പോട്ടന്യൂസ് ഇത് മുകളിലും താഴെയും ഉണ്ട്, അത് ക്യാൻസൽ ആവും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെന്നറിയാം. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമുക്ക് ലഭിക്കും. സിമിലർലി കൊസീക് തീറ്റ ബൈ സീക് തീറ്റ, കൊസീക് തീറ്റ ഡിവൈഡ് ബൈ സീക് തീറ്റ, കൊസീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് തിരിച്ചിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ളത്
അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാവും. ഈ ഹരണം ഗുണനമാവും. ഓക്കെ, ഹരിക്കുന്നതിന് വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക ഭിന്നസംഖ്യ. അപ്പം ഇവിടെ ഹൈപ്പോട്ടന്യൂസും ക്യാൻസലായി. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. ഇതാണ് രണ്ടാമത്തെ റിലേഷൻ. അപ്പോൾ ഫസ്റ്റ് റേഷ്യോ ബൈ സെക്കൻഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു തേർഡ് റേഷ്യോ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അതുപോലെ കൊസീക് തീറ്റ ബൈ സീക് തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് തീറ്റ ബൈ സീക് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ആ മുമ്പേ പറഞ്ഞ സംഗതികൾ തന്നെ വീണ്ടും ഒന്ന് എടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പ്രൂവ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നും പ്രൂവ് ദ ഫോളോയിങ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ഇത് ഒന്ന് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് തെളിയിക്കണം. 1 പ്ലസ് ടാൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ എന്ന് തെളിയിക്കണം. അതായത് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ എന്നും നമുക്ക് തെളിയിക്കണം. അപ്പോൾ നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു റെഫറൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെ എ ബി സി എന്ന ട്രയാങ്കിൾ, ബിക്ക് എതിരെയുള്ള ആംഗിൾ സ്മോൾ ലെറ്റർ ബി, സിക്ക് എതിരെയുള്ള ഹൈപ്പോട്ടന്യൂസ് സ്മോൾ ലെറ്റർ സി, എക്ക് എതിരെയുള്ള ആംഗിൾ സ്മോൾ ലെറ്റർ എ. അങ്ങനെയാണ് നമ്മൾ സാധാരണ ട്രിഗ്നോമെട്രിക് റേഷ്യോയിൽ സൈഡും ആംഗിളും എടുക്കുക. അപ്പോൾ ആംഗിൾ ബി എന്ന് പറയുന്നത് ഈ തീറ്റ, ആംഗിൾ എ എന്ന് പറയുന്നത് ഈ ആംഗിൾ സി എന്ന് പറയുന്നത് ഈ 90 ഡിഗ്രിയിലുള്ള ആംഗിൾ. ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ്, സി എന്ന ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് സ്മോൾ ലെറ്റർ സി, ക്യാപിറ്റൽ ബി എന്ന ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് സ്മോൾ ലെറ്റർ ബി. ഓക്കെ, ഇനി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ സി. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് തെളിയിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ നമ്മൾ സൈൻ തീറ്റ ഏതാണെന്ന്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ കോസിന്റെ വാല്യൂ ആണ് അറിയുന്നത്. അപ്പം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ബി ബൈ സി എന്നെഴുതി. അതുപോലെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് എ ബൈ സി. അഡ്ജസന്റ് സൈഡ് എ, തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എ, ഹൈപ്പോട്ടന്യൂസ് സി. അപ്പോൾ ഇത് എ ബൈ സി എന്നെഴുതും. ഇനി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ഈ വാല്യൂ ഇവിടെ കൊടുത്തു. സൈൻ സ്ക്വയർ തീറ്റ ബി ബൈ സി സ്ക്വയർ പ്ലസ് എ ബൈ സി സ്ക്വയർ എന്നാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ സ്ക്വയർ എ ബൈ ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ, ഇതുപോലെ ആ ഫോർമുല ഉപയോഗിച്ച്, അതായത് ബി ബൈ സി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് എ ബൈ സി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ സി സ്ക്വയർ. അങ്ങനെ മുകളിലും താഴെയും. അപ്പം എക്സ് ബൈ വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആണ്. 5 ബൈ 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ബൈ 4 സ്ക്വയർ എന്നാണ്. അപ്പോൾ അത് പ്രകാരം നമ്മളിങ്ങനെ എഴുതി. ഇനി സി സ്ക്വയർ കോമൺ ആണല്ലോ താഴെ, സി സ്ക്വയർ താഴെ എഴുതി, ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മുകളിൽ എഴുതി. അതായത് LCM കണ്ടിട്ട് കൂട്ടുക എന്നുള്ള തത്വം ഉപയോഗിച്ചു. അതായത് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതി. പക്ഷേ ആസ് പെർ പൈതഗോറസ് തിയറം ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അതാണ് പൈതഗോറസ് തിയറം. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതുപ്രകാരം ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. അതായത് സി സ്ക്വയർ ഇവിടെ നമ്മൾ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് പകരം സി സ്ക്വയർ എന്ന് എഴുതി. അപ്പം ഇത് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ പ്രൂവ് ആയി. ഇനി രണ്ടാമത്തേത് നമുക്ക് ചെയ്യേണ്ടത് ഇത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പ്രൂവ് ചെയ്യണം രണ്ടാമത്തെ. അപ്പം നമ്മൾ ടാനിൻ്റെയും സീക്കിൻ്റെയും വിലയാണ് കണ്ടത്. അപ്പം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി ബൈ എ.
ഇനി സീക്ക് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം സീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു സി ബൈ എ, എതിർവശം ബൈ കർണം ബൈ സമീപവശം സി ബൈ എ ആണ് സി ബൈ എ എന്ന് ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ സ്ഥാനത്ത് ടാൻ തീറ്റയുടെ സ്ഥാനത്ത് ബി ബൈ എ എന്ന് കൊടുത്തു. നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച് ബി ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. 1 പ്ലസ് ബി ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ സമം എ സ്ക്വയർ താഴെ ഇട്ടു, LCM എടുത്തു, 1 പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ ഇട്ടു. അപ്പോൾ എ സ്ക്വയർ കൊണ്ട് ഈ 1നെ ഗുണിക്കണം. അപ്പോൾ എ സ്ക്വയർ താഴെ എഴുതി. അപ്പോൾ LCM ആണല്ലോ. അപ്പോൾ എ സ്ക്വയർ കൊണ്ട് ഈ 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. അപ്പോൾ എ സ്ക്വയറിനെ 1 കൊണ്ട് ഹരിച്ചാൽ എ സ്ക്വയർ ഇൻറ്റു 1 എ സ്ക്വയർ പിന്നെ എ സ്ക്വയറിനെ കൊണ്ട് ഹരിച്ചാൽ 1 ഇൻറ്റു ബി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സി സ്ക്വയർ എന്ന് എഴുതി, സി സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ ആസ് പെർ പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ സി സ്ക്വയർ എന്ന് എഴുതുന്നത്. സി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് സി ബൈ എ ഹോൾ സ്ക്വയർ ആണ്. സി സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ സി ബൈ എ ഹോൾ സ്ക്വയർ. സി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ബൈ എ, അതായത് കൊസീക് തീറ്റ, കർണം ബൈ സമീപവശം കൊസീക് തീറ്റ. അപ്പം സി ബൈ എ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സീക്ക് തീറ്റ ഹോൾ സ്ക്വയർ, അതായത് സീക്ക് സ്ക്വയർ തീറ്റ. അപ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് ആദ്യത്തെ ഈ പാർട്ട് നമ്മൾ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് തെളിയിച്ചു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ, കോട്ട് തീറ്റ ഈസ് ഈക്വൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എ ബൈ ബി. അതുപോലെ മുമ്പേ ചെയ്തതുപോലെ തന്നെ കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ ബി. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് എ ബൈ ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ബൈ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ. അത് കൂട്ടിക്കഴിഞ്ഞാൽ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ, ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത്. LCM കണ്ടിട്ട് ഈ 1 കൂട്ടുമ്പോൾ 1/1 എന്ന് എടുത്ത് നമ്മൾ LCM കണ്ടിട്ട് കൂട്ടുകയാണ്. അപ്പോൾ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആണ് ആസ് പെർ പൈതഗോറസ് തിയറം. അപ്പോൾ സി സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബൈ ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. അപ്പോൾ കൊസീക് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ കൊസീക് തീറ്റ ആണിത് ഹോൾ സ്ക്വയർ, അതായത് കൊസീക് തീറ്റ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. ആ തീറ്റയ്ക്ക് നമ്മൾ ഒരിക്കലും സ്ക്വയർ ഇടാറില്ല, അങ്ങനെയാണ് എഴുതുക. അപ്പോൾ മൂന്നാമത്തേതും പ്രൂവ് ചെയ്തു. അപ്പോൾ അതുപോലെ ഇനി അടുത്ത കുറച്ച് ഇക്വേഷനുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൂവ് ചെയ്ത ഈ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ ഈ റേഷ്യോകൾ, ഫസ്റ്റ് റേഷ്യോ, സെക്കൻഡ് റേഷ്യോ, തേർഡ് റേഷ്യോ, അതിൻ്റെ ഓപ്പോസിറ്റാണ് 4th, 5th, 6th റേഷ്യോകൾ. അതുപോലെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റേഷ്യോയും സെക്കൻഡ് റേഷ്യോയും തമ്മിലുള്ള റേഷ്യോ ആണ് ടാൻ തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അതുപോലെ 4ഉം 5ഉം തമ്മിലുള്ള കൊസീക് തീറ്റ ബൈ സീക് തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിച്ചത്. ഒന്നും കൂടെ ശ്രദ്ധിച്ച് കാണുക, ഈ ഫോർമുലകൾ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.